ഹായ് മക്കളെ, വെൽക്കം ടു എജുപോഡ്. ഒരുപാട് മക്കൾ ചോദിച്ചൊരു സംശയമായിരുന്നു, സാറേ മാറ്റിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്? സോ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മാറ്റ് അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിംഗ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് 2 പേപ്പറുകളുണ്ട്, മാറ്റും അതുപോലെ തന്നെ സാറ്റും. അതിൽ 90 മിനിറ്റുകൾ കൊണ്ട് 90 ചോദ്യങ്ങൾ എഴുതിയാൽ നമുക്ക് 90 മാർക്ക് കിട്ടുന്ന ഒരു പരീക്ഷയാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിംഗ് അഥവാ മാറ്റ് എന്ന് പറയുന്നത്. ഈ മാറ്റിൽ ഏതെല്ലാം ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കേണ്ടത്? സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ടോപ്പിക്കുകളെ ഞാനൊന്ന് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് നമ്പർ 1 എന്ന് പറയുന്നത് സീരീസ് ആണ്. സീരീസ്, ശ്രേണികൾ. എന്തെല്ലാം സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്? ആൽഫബറ്റുകളുടെ സീരീസ് പഠിക്കാനുണ്ട്, നമ്പറിൻ്റെ സീരീസ് പഠിക്കാനുണ്ട്, ആൽഫബറ്റ് കം നമ്പർ, ആൽഫബറ്റും നമ്പറും ഒരു സീരീസിലായി തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ലെറ്റർ സീരീസ്, ഒരേ ലെറ്ററുകൾ റിപ്പീറ്റ് ചെയ്തു വരുന്ന ടൈപ്പ് സീരീസും പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സീരീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, വാക്കുകളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിമറിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം ഇമേജസ് അഥവാ പ്രതിബിംബങ്ങൾ. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും അത് കാണുക, ആൻഡ് വാട്ടർ, ജലത്തിൻ്റെ മുകളിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും കാണുക, ആ ടോപ്പിക്കാണ് ഇമേജസ്. നാലാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം ക്ലോക്ക്. ഒരു ക്ലോക്കിലെ സമയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ഉണ്ടാവാറുണ്ട്. അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം ബ്ലഡ് റിലേഷൻ, രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. ഒരാളുടെ ഇന്നയാളുടെ മകനാണെങ്കിൽ അയാളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്ത്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആറാമത്തതാണ് പ്രോബ്ലംസ് ഓൺ ഏജ്. അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സും ഇത്ര ഇരട്ടിയാണ് എങ്കിൽ മകൻ്റെ വയസ്സ് എത്ര, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രോബ്ലംസ് ഓൺ ഏജിൽ ചോദിക്കാം. ഏഴാമത്തതാണ് ക്യൂബ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. ക്യൂബുകളെയും ഡൈസുകളെയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ആൻഡ് എട്ടാമത്തതാണ് റാങ്കിങ് എന്ന് പറയുന്നത്. ഇടത്ത് നിന്ന് ഇത്രാമത്, വലത് നിന്ന് ഇത്രാമത്, ടോട്ടൽ ആളെത്ര, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഒമ്പതാമത്തെ ടോപ്പിക്ക് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് പറയാം. ചിലപ്പോൾ ഹൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നിർത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ സർക്കുലർ ടേബിളിന് ചുറ്റും ഓരോരുത്തർ ഇരിക്കുന്ന അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ടാകും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് പത്താമത്തെ ക്വസ്റ്റ്യനാണ് പസിൽ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരെ കുറിച്ച് തന്നിട്ട് അതിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാര്, അല്ലെങ്കിൽ ഏറ്റവും എല്ലാ സബ്ജക്റ്റുകളും എടുക്കുന്ന ആളാരാണ്, കുറവ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആളാരാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പസിൽ എന്ന് പറയുന്ന ഏരിയയിൽ ചോദിക്കാം. 11ാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് പെർട്ടിക്കുലർ ജോമെട്രിക്കൽ ഷേപ്പുകൾ തന്നിട്ടുണ്ടായിരിക്കും. ആ ഷേപ്പുകളിലൊക്കെ പല നമ്പറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ മിസ്സായിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുക, അതാണ് മിസ്സിംഗ് നമ്പർ. ആൻഡ് അടുത്തതാണ് കലണ്ടർ എന്ന് പറയുന്നത്. കലണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ. ദെൻ 12ാമത്തത് വെൻ ഡയഗ്രം. ഓക്കെ, നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റകളെ ചിത്രങ്ങളാക്കി മാറ്റിയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ആൻഡ് 13ാമത്തെ ടോപ്പിക്കാണ് അനലോഗി എന്ന് പറയുന്നത്. അനലോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് കണ്ടിട്ടുണ്ടാവും പദബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റൽ ഡോക്ടർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു സ്കൂളിൽ ആരായിരിക്കും, നമുക്കറിയാം സ്കൂളിൽ ടീച്ചർ ആയിരിക്കും അല്ലേ. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് അനലോഗി എന്ന് പറയുന്നത്. ദെൻ 14ാമത്തെ ടോപ്പിക്ക് ഓഡ് വൺ ഔട്ട് അഥവാ കൂട്ടത്തിൽപ്പെടാത്തയാളെ കണ്ടെത്തുക. 4 ആൾക്കാരെ തന്നിട്ടുണ്ടാവും, അതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഒരാളെ കണ്ടെത്തുക. 15ആണ് പിക്ചർ പാറ്റേൺ എന്ന് പറയുന്നത്. പിക്ചർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പല ചിത്രങ്ങൾ നമ്മൾ തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ അടുത്ത ചിത്രം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിൽ കൂട്ടത്തിൽപ്പെടാത്ത ആളെ കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് വിളിക്കുക, പിക്ചർ പാറ്റേൺ. പിക്ചർ പാറ്റേണിൽ തന്നെ പല ടൈപ്പുകളുണ്ട്, നമ്മൾ ക്ലാസ്സിൽ അതിനെയും പരിചയപ്പെടും. ആൻഡ് അടുത്തതായിരിക്കും കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അഥവാ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ എണ്ണം എത്ര, റെക്റ്റാങ്കിളിൻ്റെ എണ്ണം എത്ര, സ്ക്വയറിൻ്റെ എണ്ണം എത്ര, ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. 17ാമത്തായിട്ട് നമുക്ക് പറയാം വേർഡ് ഫോർമേഷൻ ആൻഡ് ഓർഡർ. ഒന്നുകിൽ വേർഡിനെ ഏതെങ്കിലും ഓർഡറിൽ, ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന വേറെ വാക്ക് ഏതെന്ന് ചോദിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ വേർഡ് ഫോർമേഷൻ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. 18ാമത്തെ ഏരിയ ആയിട്ട് നമുക്ക് പറയാം ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, ദിശാബോധ പരിശോധന. ഒരാൾ ഇത്ര പോയി, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു, ഇത്ര തിരിഞ്ഞു, വീണ്ടും തിരിഞ്ഞു, ഇപ്പം അയാൾ എത്ര ഡിസ്റ്റൻസിലാണ്. ആൻഡ് 19ാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ടായിരിക്കും. ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് 20ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് 20ാമത്തെ ഏരിയ ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മിസലേനിയസ് പ്രോബ്ലംസ്. ഈ മിസലേനിയസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയകളാണ്, അഥവാ പേപ്പർ ഫോൾഡിങ്.
പേപ്പർ മടക്കി ഹോൾ ഇടുന്ന ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അഥവാ ബോർഡ് മാസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ മിസ്ലേനിയസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ആവറേജ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ആ ഒരു ചില ഏരിയകളിൽ നിന്നും, മാത്സിലെ ചില ഏരിയകളിൽ നിന്നും നമുക്ക് എന്തുണ്ടാകും, മെൻ്റൽ എബിലിറ്റിയിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്ന 20 ടോപ്പിക്കുകൾ, നമ്മൾ 20 ടോപ്പിക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ 20 ടോപ്പിക്കുകളും നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മളുടെ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 80-ന് മുകളിൽ അല്ലെങ്കിൽ 85-ന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ചാനലിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് NMMSലേക്ക് മുന്നേറാം.